അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സമ്പത്ത് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അതൊന്നും ആഖിറം ഗുണപ്പെടൂല. ദുനിയാവിന് വേണ്ടി പുറകെയുള്ള ഓട്ടമാണ് ഇതൊക്കെ. പരലോകത്ത് വലിയ ശിക്ഷ ഉണ്ടാവും, ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ചൊല്ലിയിരുന്നു ഇസ്തിഗ്ഫാർ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ദിവസം 100 ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റജബിൽ മാത്രമല്ല, എപ്പോഴും. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമുൽ ജവാമിൽ രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത്. അപ്പൊ നമ്മൾ എത്ര ചെല്ലണം? പാപം തീരെയില്ലാത്ത പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകർ തന്നെ 100 ഡെയിലി ചെല്ലിയിരുന്നെങ്കിൽ നമ്മൾ എത്ര ചെല്ലണം? ചിന്തിക്ക്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകരുത്, തെറ്റുകുറ്റങ്ങളിലേക്ക് വ്യാപൃതരാകരുത്. നല്ലപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഇതുവരെ ചെയ്തതൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യാതിരിക്കുക. മേലിൽ തെറ്റിനെ ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയം വരിക. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് ഖേദമുണ്ടാവുക. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ പൂർത്തീകരിക്കുക. ഇതൊക്കെയാണല്ലോ, ഈ 4 കാര്യങ്ങളാണല്ലോ തൗബയുടെ നിബന്ധന. തൗബയുടെ നിബന്ധന ഇതൊക്കെയാണ്. ഒന്ന് ഖേദം, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ചുള്ള ഖേദം. രണ്ടാമത്തത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമത്തത് അതിലേക്ക് ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം മനസ്സുകൊണ്ടുണ്ടാവുക. നാലാമത്തത് ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തികമോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നസൂഹായ തൗബയായി മാറി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്തഖുസ്സിനാ, 3 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. വ്യഭിചാരത്തെ നിങ്ങൾ ഗൗനിക്കണേ. അതിലൂടെ 6 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമേ. 3 ദുനിയാവിലാണ്, 3 ആഖിറത്തിൽ കിട്ടുന്നതാണ്. 3 കാര്യങ്ങൾ ദുനിയാവിൽ വന്നു ചേരും. ഒന്ന്, യുദ്ഹിബുൽ ബഹാ, അവന്റെ മുഖത്തിന്റെ മുഖകാന്തി, ആത്മീയമായ പ്രഭ അള്ളാഹു എടുത്തുകളയും. വിഭജിക്കുന്നവർ എത്ര ഫേഷ്യൽ ചെയ്ത് നടന്നിട്ടും കാര്യമില്ല. മുഖത്തിന്റെ ഒരു മുഖകാന്തി ഉണ്ട്, അത് എടുത്തു കളയും അള്ളാഹു. ആത്മീയമായ ഒരു പ്രഭയുണ്ട്, അത് എടുത്തു കളയും. അങ്ങനെ ഒരു പ്രഭയുണ്ടോ? ഉണ്ടല്ലോ. സീമാഹും ഫീ വജൂഹിഹിം മിൻ അസരി സുജൂദ്. സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ തിരിച്ചറിയുക അവരുടെ മുഖത്തിന്റെ ആത്മീയമായ പ്രഭ കൊണ്ടാണ്. സ്വാലിഹീങ്ങൾക്ക് തമ്മിൽ തിരിയും. അവ മുഖത്തിന് എത്ര ഫേഷ്യൽ ചെയ്തിട്ടും കാര്യമില്ല. പെഡിക്യൂറും മണിക്കൂറും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഹാജിയാര്. 10 പേരുടെ മുന്നിൽ ഗരുമാണിക്കും ഒന്നും ഒരു കാര്യമില്ല. എല്ലാ ആത്മീയ പ്രഭയും നിൽക്കുന്നത് മുഖത്തിലാണ്. അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയും, സ്വാലിഹീങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിന്റെ മുഖത്തിന്റെ ആത്മീയ പ്രഭ ആദ്യം തന്നെ ഇല്ലാതാവും. എല്ലാ ദിവസവും രാത്രി എന്നിട്ട് വാതൊക്കെ കഴിഞ്ഞിട്ട് ഡബ്ല്യു അടിച്ചിട്ട് സണ്ണിയിലിയാനൊന്ന് കുളിച്ചോ, എന്തായി ഒന്നു കൊടുത്തോ എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നവന്മാരാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രാത്രിയിൽ എല്ലാ ദിവസവും ഡബ്ല്യു അടിച്ച് അങ്ങനെ നിൽക്കുന്ന ആളുകൾ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവർ, കാതുകളെ കൊണ്ടുപോകുന്നവർ, ശ്രദ്ധിച്ചോ, ആത്മീയമായ പ്രഭയെ അള്ളാഹു ഇല്ലാതാക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ നല്ല വെളുപ്പം നല്ലതൊക്കെ ഉണ്ടാവും, വെളുത്തിട്ട് പാറുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കറുത്തിട്ട് പാറും, അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ നല്ല വെളുത്തിട്ട് പാറാനുള്ള ക്രീമൊക്കെ തേച്ച് റാഹത്തായിട്ട് നിന്നാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ കറുത്തിട്ട് പാറും. അതാ ഉണ്ടാകാൻ പോകുന്നത്. ആളുകൾ പറയും മരിച്ചു കിടക്കുമ്പോൾ എന്തുകൊണ്ടും വല്ലാത്തൊരു ഇതല്ലോ എൻ്റെ മുഖത്ത് എന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വയൂരിസുൽ ഫഖറ, അവന്റെ സമ്പത്ത് അല്ലാഹു എടുത്തു കളയുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉന്നതമായ സമ്പത്തിൽ അവൻ വിരാജിച്ചവനായിരുന്നാലും, എത്ര വലിയ മുതലാളിയായിരുന്നാലും, എത്ര വലിയ സമ്പത്തിന്റെ ഉടമയുടെ മകനായിരുന്നാലും മകളായിരുന്നാലും, പെങ്ങളെ ചെറുപ്പക്കാരാ, വയൂരിസുൽ ഫഖറ, ദാരിദ്ര്യം അവർക്ക് വന്നു ചേരുമേ. ഇത് പറഞ്ഞത് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് അവരെത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലര് പറയുന്നുണ്ടല്ലോ, കാശൊന്നും ഉസ്താദ് നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാശൊന്നും അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മൊബൈലിനകത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിർത്തിക്കും, എന്നാൽ തന്നെ നന്നാവും. ആചാര്യ എപ്പോഴും തോണ്ടിയിട്ട് അവിടെ എത്തുമ്പോൾ പിന്നെ താഴോട്ട് പോകുന്നില്ല. ഇതന്നെ നോക്കിയിട്ട് നല്ല രസമാണ്. ഒന്നും കൂടി കണ്ടു, ഒരു വട്ടം കൂടെ കണ്ടു, ആചാര്യർക്ക് റാഹത്തെ. 3-ാം വട്ടം കണ്ടു, കൂലി കൂടുതൽ കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ദാരിദ്ര്യം വന്നു ചേരും. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇപ്പൊ അത്യാവശ്യം കാശ് പച്ചപ്പൊക്കെ ഉണ്ടാവും, അത് കണ്ടുകൊണ്ട് നീ നെകളിക്കണ്ട. അടുത്ത സെക്കൻഡിൽ യൂരിസെന്ന എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കും. നിനക്ക് കിട്ടിയില്ലെങ്കിലും പണി കിട്ടുന്നത് തലമുറകൾക്ക് കിട്ടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലോ അവരുടെ വല്യുപ്പൊക്കെ ഭയങ്കര കാശുള്ള ആൾക്കാരായിരുന്നു, ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, മക്കളൊക്കെ അതാ ഒന്നും ഇല്ലാതെ നടക്കുന്നു. തലമുറ മുഴുവനും വെണ്ണീറായിപ്പോവും, എല്ലാം തീരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര ഉണ്ടെങ്കിലും ഇല്ലാതാവും. നബിയുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് ശ്രദ്ധിച്ചോ, തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയൻഖുസുൽ ഉമറു, ആയുസ് ചുരുങ്ങിപ്പോകും സ്വഹാബ. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടവനാണ്, 70, 90, 100 വയസ്സ് വരെ ജീവിക്കേണ്ടതാകുന്ന സഹോദരനാണ്. പക്ഷേ 40 ആകുമ്പോ 20 ആകുമ്പോ 30 ആകുമ്പോ ഇതാ മരണത്തിന് കീഴടങ്ങുകയാണ്, അടുത്ത സെക്കൻഡിൽ മരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വ്യഭിചാരത്തിലേക്ക് ബന്ധപ്പെടുന്നവരെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, കൈകൾ കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിക്കാൻ തുനിയുന്നവരെ ആയുസ് ചുരുങ്ങി പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 3 കാര്യങ്ങൾ ദുനിയാവിൽ വന്ന് ചേരുന്നത് പഠിച്ചു. ശരിക്കും ശ്രദ്ധിച്ചോ. ഇപ്പൊ ഇത്രയും നേരം വാത് ശ്രദ്ധിക്കാത്തവർ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ശ്രദ്ധിക്കും. ഇപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഫുള്ള് 2 ചെവിയും കൊടുക്കാൻ അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അപ്പൊ മുഖത്തിന്റെ മുഖകാന്തി നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തത് ആയുസ് ചുരുങ്ങിപ്പോകും. അതുപോലെ തന്നെ മൂന്നാമത്തത് അവന്റെ ദാരിദ്ര്യത്തിലേക്ക് വന്നു ചേരും. ഈ 3 കാര്യങ്ങൾ ദുനിയാവിൽ സുനിശ്ചിതം. നബി തങ്ങളുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ ആഖിറത്തിൽ കിട്ടുന്ന പണി. ഇവിടെ നിന്ന് കഴിഞ്ഞു, ഇവിടെ എല്ലാം കഴിഞ്ഞ് നാളെ ആഖിറത്തിൽ ഒന്നും ഇല്ലാന്ന് കരുതണ്ട, അവിടെയാണ് പണി കിട്ടാൻ പോകുന്നത്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂജിദു സഖത്തല്ലാഹ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവായ അല്ലാഹുവിന്റെ കോപത്തിന് അവൻ പാത്രീഭൂതനാകുമേ. അല്ലാഹ് മൈൻഡ് ചെയ്യൂല മഹ്ശറയിൽ. റബ്ബിന്റെ ഏറ്റവും വലിയ കോപം അവനിലായിരിക്കും. ഈ ദുനിയാവിൽ വിചരിക്കുന്ന സഹോദര സഹോദരിമാർ, ഏറ്റവും വലിയ ദേഷ്യം അവരോടായിരിക്കും. കാരണം എന്തുകൊണ്ട്? ലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ, അടുക്കരുതേ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ. ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണത്, ഏറ്റവും നീചവൃത്തിയാണത്. അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞ വചനത്തെ അവഗണിച്ചുകൊണ്ട് നടന്നവളല്ലേ, അവഗണിച്ചുകൊണ്ട് നടന്നവനല്ലേ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ കോപത്തിനവൻ കാരണക്കാരനാകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുമ്മളക്കാക്കുമാറാവട്ടെ. നാളെ പണി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയിൽ രണ്ടാമത്തത് വസൂഅൽ ഹിസാബ്, വളരെ വേദനാജനകമാകുന്ന ഹിസാബായിരിക്കും. ഏറ്റവും മോശപ്പെട്ട നിന്ദ്യമായ ഹിസാബായിരിക്കും അവനുണ്ടാവുക. വിചാരണ കനക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ഹിസാബ് കനത്താൽ ഉറപ്പായിട്ട് ശിക്ഷ ഉണ്ടാവും, ശിക്ഷ ഉറപ്പാണ്. അവിടാണല്ലോ വെള്ളിയാഴ്ച ദിവസം നമ്മള് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഓതും എന്ന് പറയും, സുമ്മ ഇന്ന അലീന ഹിസാബഹും, പിന്നെ അവരുടെ ഹിസാബ് നമ്മുടെ മേലാണ്. അള്ളാഹ് പറയുന്നതായിട്ടുള്ള ആയത്താണത്. അപ്പൊ നമ്മളൊക്കെ എന്ത് പറയണം? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി, അല്ലാഹു എന്റെ ഹിസാബിനെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഇത് പറഞ്ഞിട്ടാണ് എങ്ങോട്ട് പോവാ? റുക്കോയിലേക്ക് പോകല് ആണോ അല്ലയോ? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി ചോദിക്കണം. സുന്നത്താണ് ആ പ്രാർത്ഥന. എന്റെ ഹിസാബിനെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. കാരണം ഹിസാബ് വളരെ വലുതാണ്. ഹിസാബ് കനത്താൽ, വിചാരണ കനത്താൽ വലിയ ശിക്ഷയുണ്ടാകും. വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا
بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തങ്ങോട് ഓതുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ജനങ്ങളിതാ മഹ്ശറിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് പോയാണ്. ആ സമയത്ത് ജനങ്ങളിതാ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്?